അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? 3D ലെറ്റർ സൈൻ ബോർഡിൻ്റെ ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. ഇതിൽ ക്ലോറോഫോമാണ്, ഇത് ചൂടാക്കി ബെൻഡ് ചെയ്യാനുള്ള ലൈറ്ററാണ്. ഓക്കെ, ഇതൊക്കെ വളരെ ബെസ്റ്റ് പ്രൈസിൽ കിട്ടുന്ന മെറ്റീരിയൽസാണ്. അക്രിലിക് കട്ട് ചെയ്യുന്ന നൈഫാണിത്. ഓക്കെ, ഇനി അഥവാ ഇതിൻ്റെ ലെങ്ത്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നോർമൽ കേബിളാണിത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റും. അപ്പം ചെയ്യുന്ന സമയത്ത് ഒന്ന് ഗ്ലൗസ് ധരിക്കുക, രണ്ടാമത്തത് മാസ്ക് ധരിക്കുക, കുറച്ചും കൂടി നല്ലതായിരിക്കും. പക്ഷേ ഞാൻ അവിടെ ഇപ്പോൾ ജസ്റ്റ് ഓപ്പൺ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ എന്ന് പറയുന്നൊരു ലെറ്ററാണിത്. ഇതിൻ്റെ ഇവിടുന്ന് മുതൽ ഇനി ബെൻഡ് ചെയ്യണം. മെറ്റീരിയൽ കുറച്ച് ലെങ്ത്തിൽ. ഓക്കെ, ഇത് ഓൾറെഡി ബെൻഡ് ചെയ്തിട്ട് വെച്ചതാണ്, ചെറിയൊരു ഇതിൻ്റെ മുകളിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള. ഇനി അടുത്ത് ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലൈറ്റ് ഇതേപോലെ ലാസ്റ്റ് തീരുന്നതിൻ്റെ തൊട്ട് മുമ്പെന്ന് നമ്മൾ ചൂടാക്കാം. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ലെവലിൽ പിടിക്കുക. എന്നിട്ട് ഈ സിറിഞ്ചിലുള്ള ക്ലോറോഫോം എടുത്തിട്ട് സിറിങ്ങനെ അവിടെ സിറിങ്ങ് കുറഞ്ഞ ക്വാണ്ടിറ്റി കൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. ഒരു 10-20 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം. ഓക്കെ, ഇത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് വെച്ച സമയത്ത് തന്നെ അടുത്ത ലാസ്റ്റ് വരുന്ന എൻഡിൽ ഇതേപോലെ ലാസ്റ്റിൻ്റെ തൊട്ട് കുറച്ച് മുമ്പ് ജസ്റ്റ് ഒന്നിങ്ങനെ ഫിറ്റായി കൊടുക്കുക. ഇതേപോലെ ഇവിടെ ഇതേപോലെ കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചാൽ ഈ സമയത്ത് തന്നെ നമുക്ക്
ഇത് ചെറിയൊരു കുടിൽ വ്യവസായം പോലെ, സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ജോലിയായിട്ട് തിരഞ്ഞെടുക്കാനൊക്കെ സൗകര്യപ്പെടുന്ന ചെറിയൊരു നല്ലൊരു ഫീൽഡാണ് സൈൻ ബോർഡ്. ഓക്കെ, 3D ലെറ്റർ സൈൻ ബോർഡ്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നുള്ളൊരു സാമ്പിൾ ജസ്റ്റ് ഇവിടെ കാണിക്കുന്നതാണ്. ഓക്കെ, എല്ലാ അറിവുകളും ആളുകൾക്ക് ഉപകാരപ്പെടണം എന്നുള്ള നിലക്ക് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇവിടെ മസ്കത്ത് മൊബൈലാണ്, ഇവിടെ അൽസഫ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒക്കെ അടുത്താണ്, റൗണ്ട് റോട്ടിൻ്റെ. നമ്മൾ ചെയ്യുന്നത് ഇൻറ്റീരിയർ ഡെക്കോർ, ബിൽഡിംഗ് മെയിൻ്റനൻസ്. ഇതിൽ ഇൻറ്റീരിയർ ഡെക്കോറിൽ മെയിനായി ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ്, അതിൻ്റെ ഫുള്ള് ഡ്രോയിങ് കൊടുത്ത് അതിന് ശേഷം അതിൻ്റെ വർക്കുകൾ, ടൈൽസ്, അതേപോലെ ഇലക്ട്രിക്കൽ, പ്ലംബിങ്, സീലിംഗ്, അതിൻ്റെ കിച്ചൺ ഹുഡ്, ഡക്റ്റ്, AC ഇതൊക്കെ ഫുള്ള് ചെയ്ത് A to Z ഡ്രോയിങ് പ്രകാരം ചെയ്ത് അത് അതിൻ്റെ ചാവി കൊടുക്കുന്ന കണ്ടീഷനിൽ ഫുൾ വർക്ക് ചെയ്യും. A to Z ഇൻക്ലൂഡിങ് സ്റ്റിക്കർ വർക്ക് അടക്കം, അതേപോലെ ഗ്ലാസ് വർക്ക്. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഷോപ്പ് എടുത്തതിന് ശേഷം നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ വന്നിട്ട് സൈറ്റ് വിസിറ്റ് ചെയ്യും. അതിൻ്റെ സൈസ് പ്രകാരമുള്ള ഡ്രോയിങ് പ്രിപ്പയർ ചെയ്തിട്ട് ഫസ്റ്റ് അത് കൺഫേം ചെയ്യും. എവിടെയാണ് കിച്ചൺ വരുന്നത്, എവിടെയാണ് സിറ്റിംഗ് ഏരിയ വരുന്നത്, എവിടെയാണ് സൈൻ ബോർഡിൻ്റെ സൈസ് എത്രയൊക്കെയാണ്, അത് സൈൻ ബോർഡ്, അങ്ങനെയുള്ള A to Z കാര്യങ്ങൾ, CCTV, പിന്നെ ക്യാഷ് കൗണ്ടർ, വുഡ് വർക്കുകൾ, കാർപ്പൻട്രി വർക്കുകളെല്ലാം നമ്മൾ ഡ്രോയിങ് പ്രകാരം കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല പ്രൈസിൽ, റീസണബിൾ പ്രൈസിലാണ് ചെയ്തു തരുന്നത്. അപ്പോൾ പുതിയ ഓഫീസൊക്കെ തുടങ്ങുന്ന ആളുകൾക്ക് വർക്ക് സ്റ്റേഷൻ ടേബിൾ, ചിലപ്പോൾ ഒരു 10 or 30 സ്റ്റാഫൊക്കെ ഉള്ള കമ്പ്യൂട്ടർ ചുമരിൻ്റെ ഭാഗത്തിട്ടിട്ടുള്ള ടൈപ്പ്, അല്ലെങ്കിൽ സെൻറ്ററിലുള്ള ടൈപ്പൊക്കെ ഉള്ള വർക്ക് സ്റ്റേഷൻ ടേബിൾ, അതേപോലെ അതിൻ്റെ A to Z വർക്കുകൾ, സീലിംഗ് പറഞ്ഞ പോലെ തന്നെയല്ലോ, സൈൻ ബോർഡെല്ലാം അടക്കം, അങ്ങനെയുള്ള ഓഫീസുകൾ, ഏത് ടൈപ്പ് ഷോപ്പായാലും, മൊബൈൽ ഷോപ്പ്, ലേഡീസ് സലൂണ്, അതേപോലെ ഹൈപ്പർ മാർക്കറ്റിൽ ചെയ്ത ദുബായ് ഹിൽസ് ജിയാൻ്റെ പ്രോജക്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഫർണിച്ചർ സപ്ലൈ ഇൻസ്റ്റലേഷനിൽ, കോട്ടയത്ത് എന്നുള്ള പേരിൽ. അതേപോലെ ജിയാൻ്റെ ലിബിയ പ്രോജക്റ്റ് 10-12 കണ്ടെയ്നർ ഫർണിച്ചർ സപ്ലൈ ആൻഡ് ഇൻസ്റ്റലേഷൻ പ്രോജക്റ്റ് മാനേജ് ചെയ്തിട്ടുണ്ട്. കാരിഫോറിൻ്റെ അബുദാബിയിലുള്ള മഫ്രക്ക് ബ്രാഞ്ചിലുള്ള 12 ചെക്കൗട്ട് കൗണ്ടറിൻ്റെ ഇൻസ്റ്റലേഷൻ ഇത് മാനേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയ ഹൈപ്പർ മാർക്കറ്റ് എൻക്വയറി ഡ്രോയിങ് റെഡിയിലുണ്ടെങ്കിൽ ഡ്രോയിങ് പ്രകാരമുള്ള ഫർണിച്ചർ നമ്മൾ സപ്ലൈ ആൻഡ് ഇൻസ്റ്റലേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഷെൽഫ്, ചെക്കൗട്ട് കൗണ്ടർ, ട്രോളി, ഇതൊക്കെ അതിൻ്റെ സൈനേജസ്. ഇനിയിപ്പോൾ ഇൻറ്റീരിയർ ഫുള്ള് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റും. പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്, ഇതിൽ ചില അധികം ആൾക്കാർക്ക് പറ്റുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ, ഒരു കൊട്ടേഷനിൽ ഇപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു മെയിൻ്റനൻസ് വർക്ക്, റിനോവേഷൻ വർക്ക്, മൻഹ എന്ന് പറയുന്ന ഭാഗത്തിൽ എൻക്വയറി വന്ന സമയത്ത് പോയി അറ്റൻഡ് ചെയ്തിട്ട് അവർ പറയുന്ന കൊട്ടേഷൻ താന്നുള്ളതാണ്. ഓക്കെ, കൊട്ടേഷൻ തരാം, ഓക്കെ, പക്ഷേ കസ്റ്റമർക്കുള്ള ബഡ്ജറ്റിൽ നോക്കിയിട്ടാണ് നമുക്ക് ശരിക്കും കൊട്ടേഷൻ കൊടുക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഇൻറ്റീരിയർ ഡെക്കോർ ഫീൽഡിൽ, ഡിസൈനിങ് മാനേജ്മെൻറ്റിലുള്ള നമുക്ക് മെറ്റീരിയലും മെയിൻ പവറും ഒരുപാട് എക്സ്പെൻസീവായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. വളരെ ലോ ക്വാളിറ്റി ഉപയോഗിക്കാൻ പറ്റും, മീഡിയം ലെവലൊക്കെ. അതൊക്കെ കസ്റ്റമറുടെ ബഡ്ജറ്റ് ഇത്ര എമൗണ്ടിനുള്ളിൽ ഒതുങ്ങുന്ന വർക്കായിരിക്കണം. നല്ലൊരു ബഡ്ജറ്റ് കസ്റ്റമർക്ക് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് ലെവലിലുള്ള ഡിസൈനിലേക്ക് പിന്നെ പോകണം. അല്ലാതെ ആദ്യം ഇങ്ങനെ വെറുതെ ഡിസൈൻ ചെയ്ത് കൊട്ടേഷൻ കൊടുത്ത് ഈ പ്രൈസ് കൂടുതലാണ്, ഈ വർക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ രണ്ട് ഭാഗത്തുള്ള ടൈം വേസ്റ്റ് ആയി പോകാൻ പാടില്ല. അപ്പോൾ ഇൻറ്റീരിയർ ഡെക്കോർ ഫീൽഡിൽ ഏറ്റവും ഫസ്റ്റ് ഉദ്ദേശിക്കുന്ന എമൗണ്ട്, ബഡ്ജറ്റ് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ബഡ്ജറ്റ് അറിയാത്ത ഒരാളാണെങ്കിൽ എത്രയൊക്കെ ബഡ്ജറ്റ് വരും എന്നുള്ളതൊക്കെ ആദ്യം മനസ്സിലാക്കിയിട്ട് നല്ല എക്സ്പെൻസീവ് ക്വാളിറ്റി അടിപൊളി ലുക്കാണെങ്കിൽ അതിന് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് മെയിൻ പവറിലായാലും ഒന്നും ഒരു കോംപ്രമൈസ് ഇല്ല, നല്ല ക്വാളിറ്റിയുള്ള മെയിൻ പവറൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള പ്രൈസ് വരും. ഏ സ്ഥാനത്ത് മെയിൻ പവർ ആയിക്കോട്ടെ, മെറ്റീരിയൽ ആയിക്കോട്ടെ, അതൊക്കെ ലോ ക്വാളിറ്റി ലെവലിൽ നമുക്ക് അതും അറേഞ്ച് ചെയ്യാൻ പറ്റും. അത് ഓരോ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട്
ഇപ്പോൾ ഒമാനിലിപ്പോൾ എവിടെ ആയിക്കഴിഞ്ഞാലും വർക്ക് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. എൻക്വയറി നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ, ഇപ്പോൾ ഇതിൽ കാണുന്നത് 90286903 ഈ നമ്പർ കാണുന്നുണ്ടല്ലോ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ബെസ്റ്റ് പ്രൈസിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങനെ ജസ്റ്റ് ഞാൻ കാണിച്ചാൽ ഈ എന്ന് പറയുന്ന ലെറ്ററിൽ വെൻഡ് ചെയ്ത് വന്നിട്ട് ബാക്കി ഇങ്ങനെ വെൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ വീഡിയോൻ്റെ ഒരു ചുരുക്കം കാരണം ഞാൻ ഇപ്പം ബാക്കി വെൻഡ് ചെയ്തത് കാണിക്കുന്നുണ്ട്. ചെറിയൊരു വേറെ സാമ്പിൾ ലെറ്റർ ചെയ്തത് ഇത് എ ലെറ്ററിൻ്റെ കുറച്ച് ഭാഗം വെൻഡ് ചെയ്ത് വെച്ചതാണത്. ഇതിപ്പോൾ കുറച്ച് വർക്ക് ഇതിൽ ബാക്കിയുണ്ട് എൻ്റെ. ഇതേപോലെ ചെറുതും വലുതുള്ള ലെറ്റേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ വലിയ യൂണിറ്റ് തന്നെ ഉണ്ട്. ഹൈപ്പർ മാർക്കറ്റിൽ ചെയ്യുന്ന വർക്കൊക്കെ നമ്മൾ ഷാർജ ബേസ് ചെയ്തിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റിൻ്റെ വലിയ വലിയ സൈനേജസൊക്കെ വിത്തിൻ 5 days 6 days ഉള്ളിൽ ഫുള്ള് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ടീമൊക്കെ ഉണ്ട്. ഇനിയിപ്പം എല്ലാ വർക്കും കുറച്ച് ടൈം എടുത്തിട്ട് ലാസ്റ്റ് എൻഡിൽ പോയിട്ട് വർക്ക് ചെയ്യാതെ നമ്മൾ കുറച്ച് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ടൈമിൻ്റെ ഉള്ളിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ചെയ്യുന്ന ആൾക്ക് നല്ല സൗകര്യത്തിൽ വൃത്തിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത് പെട്ടെന്ന് തിരക്കായി പോയിട്ട് എങ്ങനെയല്ലോ ഓപ്പൺ ആക്കിയ പോലെ ഒന്നും ആവാത്ത രീതിയിൽ എല്ലാ വർക്കും ഒരേ ടൈമിൽ കൺഫേം ചെയ്യുന്ന വർക്കാണ്. ചില വർക്കുകളൊക്കെ റിനോവേഷനിൽ വരുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇത് തുടങ്ങിയത് പറയാം ഇതല്ല അതാണ് വരേണ്ടത്, അതിങ്ങനെയല്ല അങ്ങനെയാണ് വരേണ്ടത് എന്നിട്ട് ഇങ്ങനെ മാറി പോകുന്ന സമയത്ത് മെയിൻ പവറും മെറ്റീരിയലും വേസ്റ്റ് ആവും. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെയുള്ള ബഡ്ജറ്റ് മാറും, ബഡ്ജറ്റ് കൂടും. പിന്നെ കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്യാത്ത ബഡ്ജറ്റിലേക്ക് അത് സ്റ്റക്കാവും. പിന്നെ പേയ്മെൻറ്റ് വളരെ സ്മോളായിട്ട് വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്ന സമയത്തൊക്കെ വർക്കിനെയും ഇതൊക്കെ എഫക്റ്റ് ചെയ്യും. നമ്മളിപ്പം ചെയ്യുന്ന പേയ്മെൻറ്റ് ടേംസ് എന്ന് വെച്ചാൽ 50% അഡ്വാൻസ്, 40% അപ്പോൺ ഡെലിവറി, 10% ആഫ്റ്റർ ഫിനിഷ് ദ വർക്ക്. അതിപ്പോൾ എത്ര ചെറിയ പ്രൊജക്റ്റായാലും എത്ര വലിയ പ്രൊജക്റ്റായാലും ആ ഒരു പേയ്മെൻറ്റ് ടേംസിലാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ടൈംസിൽ ചെയ്താലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ ചില കസ്റ്റമറൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ബില്ല് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൈസ നമ്മൾ എക്സ്ട്രാ തരാറ്. ഈ ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മെറ്റീരിയൽ ആയിക്കോട്ടെ, ഇപ്പോൾ മാൻ പവർ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതിപ്പോൾ ഒരു കമ്പനി റൺ ചെയ്യുന്ന സമയത്തൊക്കെ ഇൻവോയ്സ് കൊടുത്ത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ അതിൻ്റെ ഒരു പേയ്മെൻറ്റ് കൊടുക്കുന്ന ലെവലിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാലൊന്നും അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന എഫേർട്ടിൽ ഒന്ന് ഇപ്പോൾ ഓഫീസ് റെൻ്റ് ആയിക്കോട്ടെ, മറ്റുള്ള സ്റ്റാഫ് സാലറിയോ മറ്റുള്ളതൊക്കെ ആയിക്കോട്ടെ, ഇതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അപ്പോൾ ബില്ല് എക്സ്ട്രാ കൊടുത്തത് കൊണ്ട് എന്താവില്ല, മെയിൻ പവറും കാര്യങ്ങളും പ്രോഫിറ്റും ബിസിനസ്സും ഒന്നും അതിൻ്റെ അണ്ടറിൽ വരില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കൺസൾട്ടൻ്റ് ലെവലിൽ നല്ല ബെസ്റ്റ് സർവീസ് കൊടുക്കാനുള്ള ബെസ്റ്റ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള രണ്ട് ഭാഗത്തും ബെനിഫിറ്റുള്ള ഗിവ് ആൻഡ് ടേക്ക് ലെവലിൽ പ്രൊജക്റ്റ് ഇരുന്ന് ഫുള്ളായിട്ട് സംസാരിക്കുക A to Z. ഓക്കെ, ബാക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വരുന്നേരം അങ്ങനെ ഇരുന്ന് സംസാരിക്കുക, പിന്നെ നോക്കുക, അങ്ങനെ പറയുക. ഇങ്ങനെ ചെയ്യുന്ന പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ പ്രോബ്ലംസ് ആയിരിക്കും. നല്ല ബന്ധങ്ങൾ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കസ്റ്റമറുമായിട്ടുള്ള. അതുകൊണ്ട് A to Z പിന്നീടുള്ള ഒരു കാര്യമില്ല, ആദ്യം തന്നെ പറയാം പേയ്മെൻറ്റ് ടേംസ്, വർക്ക് ഡ്യൂറേഷൻ, എന്തൊക്കെ വർക്കാണ്, ഇനി എക്സ്ട്രാ വർക്ക്, ഇനി ഓരോരോ വർക്ക് എന്താ എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ എമൗണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് വീണ്ടും സാധാരണ കസ്റ്റമർ നോക്കുക, പരമാവധി ചില കസ്റ്റമർ നല്ല റേറ്റ് കുറഞ്ഞിട്ട് കിട്ടുമെന്നൊക്കെ നോക്കും. അപ്പോൾ റേറ്റ് കുറയുന്ന സമയത്ത് നമ്മളെപ്പോഴും മനസ്സിലാക്കുക അവിടെ എന്തൊക്കെയോ ചില പെട്ടെന്ന് എളുപ്പത്തിൽ കഴിഞ്ഞാലേ നല്ല പ്രൈസിൽ കൊടുക്കാൻ പറ്റും. കുറച്ച് വർക്ക് അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റിയിൽ വർക്കിലെല്ലാം ആയിട്ട് കൂടുതൽ ടൈം എടുത്തിട്ടെല്ലാം ചെയ്യുന്നേരം ആ വർക്ക് നല്ല വൃത്തിയാവും, അതിനനുസരിച്ചുള്ള എക്സ്പെൻസ് വരും. അതൊക്കെയാണ് ഈ ഫീൽഡിലുള്ള ഒരു വ്യത്യാസം. അപ്പം എനിവേ ഇൻറ്റീരിയർ ഡെക്കോറ്, സൈനേജസ്, അഡ്വർടൈസിങ്, പ്രിൻറ്റിങ്, കസ്റ്റമൈസ്ഡ്, ഇപ്പോൾ മൊബൈൽ കമ്പനീസൊക്കെ ആണെങ്കിൽ സിം കാർഡിൻ്റെ സ്റ്റാൻഡുകൾ, അക്രലിക് സ്റ്റാൻഡുകൾ, ഇപ്പോൾ ബേക്കറി ഡിസ്പ്ലേ യൂണിറ്റുകൾ, മാളുകളിലൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന ബേക്കറി യൂണിറ്റുകൾ, അതൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ അക്രലിക്കിലുള്ള ബോക്സുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നല്ല ബെസ്റ്റ് പ്രൈസിൽ. 90286903 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ,
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.